അനേകമായതിനെ ചുരുക്കമായി മാറ്റുന്ന ഒരു ശുശ്രൂഷ ദൈവരാജ്യത്തിലെ പ്രധാന ശുശ്രൂഷയാണ്. The topic of today's message is reducing quantity into quality is an important ministry of God. आज का जो संदेश है उसका शीर्षक इस प्रकार है कि क्वांटिटी को क्वालिटी में बदलना जरूरी है परमेश्वर के राज्य में, यानी कि अधिक मात्रा में जो है उसे गुण में बदलना अवश्य है. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ മനസ്സിലാക്കിക്കോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൂരത്തും ചാരത്തും തന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കിക്കോ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ സെൽഫ് സെന്റേർഡായ ആരെയും ദൈവത്തിന് ആവശ്യമില്ല. ദൈവരാജ്യ ശുശ്രൂഷയിൽ ഗോഡ് സെന്റേർഡ് ആയിട്ടുള്ളവരെ മാത്രമേ ദൈവത്തിന് ആവശ്യമുള്ളൂ. God does not want anybody who is self-centered in the ministry of the kingdom of God. God only wants individuals who are God-centered in the ministry of the kingdom of God. हमें ये बात ध्यान में रखना है कि परमेश्वर को अपने राज्य के काम के लिए स्वयं पर केंद्रित लोगों की जरूरत नहीं, बल्कि परमेश्वर पर केंद्रित लोगों की जरूरत है. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടോ യേശു ക്രിസ്തു അവിടെ ഭയപ്പെടുന്നില്ല, യേശു ക്രിസ്തു പാനിക്കാവുന്നില്ല. ശിഷ്യന്മാര് നല്ലൊരു പങ്കും പോയി, ബാക്കി 12 പേരേ ഉള്ളൂ. ക്വാണ്ടിറ്റിയെ ക്വാളിറ്റി ആക്കി കുറച്ചു. വീണ്ടും അടുത്തൊരു ഫിൽറ്ററും കൂടി യേശു ഇട്ടു ആ 12 പേരോട്, നിങ്ങൾക്കും പോകാൻ മനസ്സില്ലേ, ഒരു ഫിൽറ്ററും കൂടെ പണങ്ങി പോക്കോ. കാരണം ജയം തരുന്നത് ക്വാണ്ടിറ്റി അല്ല, ജയം തരുന്നത് ക്വാളിറ്റിയാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടാകും, പ്രത്യേകിച്ച് ദൈവരാജ്യത്ത്. So if you look at this event, after the speech, a good portion of his disciples left Jesus, and there is that 12 apostles who are left, who are there, and Jesus is asking them, you do not want to leave too, do you? So he's giving another test, saying you too do not want to leave, because from Jesus' perspective it's not quantity that gives victory. Victory comes from God, and God is looking for quality. हम देखते हैं कि ये घटने के बाद यीशु मसीह भयभीत नहीं हुआ, यीशु मसीह चंचल नहीं हुआ. यीशु मसीह उसके बाद अनेक चेले जाने के बाद में सिर्फ 12 चेले बचे हैं. यीशु उनसे भी कहता है, क्या तुम भी जाना चाहते हो? तो इसके लिए परमेश्वर को बड़ी मात्रा से नहीं मतलब है, लेकिन जो है उसमें गुण परमेश्वर देखना चाहता है. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ആത്മീയ വിഷയമായിട്ട് കണക്കാക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കോളണം, നമുക്ക് ജയം തരുന്നത് മെജോറിറ്റി കൂടെ ഉണ്ടെന്നുള്ള ചിന്തയാണ് ലോകത്തിൽ ജയം തരുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൽ ജയം തരുന്നത് മെജോറിറ്റി കൂടെ ഉള്ളത് കൊണ്ടല്ല, ദൈവം കൂടെ ഉള്ളത് കൊണ്ട്. Speaking with regards to spiritual matters, always realize that according to the method or according to the thinking of this world, it is the majority that gives victory. If you have the majority with you, you will be victorious. But in the kingdom of God, it's not majority that gives victory, it's whether you are with God that gives victory. हमें एक बात जो है आत्मिक सच्चाई एक याद रखना है, हमेशा हमारे जीवन में जो है सफलता या विजय वो हमारे साथ मेजॉरिटी या अधिक पक्ष होने से नहीं होता है. परमेश्वर यदि हमारे संग में है, पक्ष में है, तो हमें विजय मिलता है. ഇതുപോലെ നാം നമ്മെ ഒരു കല്ലായിട്ട് നാം നമ്മെ തന്നെ കാണുക. ദൈവവചനം അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്, ജീവൻ എന്ന കല്ലുകൾ എന്ന പോലെ. ആ കല്ലിന്റെ ഉള്ളിൽ കല്ലിൽ ജീവനുള്ള ഭാഗമുണ്ട്, ജീവനില്ലാത്ത ഭാഗവും ജീവൻ നഷ്ടപ്പെടുന്ന ഭാഗമുണ്ട്. ഇത് നമുക്ക് കാണുക. ഈ കല്ലിന്റെ ഉള്ളിൽ, ഈ കല്ല് നമ്മളെ ആയിട്ട് കാണുമ്പോൾ ഈ കല്ലിലെ നമ്മളിൽ ഉള്ള ജീവൻ നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഈ കല്ലിന്റെ ഉള്ളിൽ ദൈവം ആ ശില്പത്തെ കണ്ടതുപോലെ സ്വർഗത്തിലെ ദൈവം പുതിയ സൃഷ്ടിയെ ക്രിസ്തുവിൽ ഒരുക്കിയിട്ടുണ്ട്. ആ കല്ലെന്ന് പറയുന്നത് നിത്യം ജീവനുള്ള കല്ല, പുറമെയുള്ള കല്ല് ജീവൻ നഷ്ടപ്പെടുന്ന കല്ല. ഇതേപോലെ നമ്മളുടെ ഈ പഴയ മനുഷ്യന്റെ ഉള്ളിൽ പുതിയ മനുഷ്യനെ, പുതിയ സൃഷ്ടിയെ നമ്മൾ കാണുവാൻ ആദ്യം പഠിക്കും. അത് കണ്ടാൽ നാം നിധി കണ്ടു. ആ നിധി കണ്ടവൻ, ദൈവവചനം പറയുന്നു, തനിക്കുള്ള സകലതും ട്രേഡ് ചെയ്ത് ആ നിധി വാങ്ങും. ആ നിധിയാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച സ്വർഗരാജ്യം, അപ്പനോട് കൂടെയുള്ള ജീവിതം. So just like so we should imagine ourselves to be stones, and again the Bible also says that we are living stones. Just like Michelangelo saw the sculpture within the stone, we should also be able to see the new creation within us. It is only this new creation that will give life. Now there are along with this new creation surrounding that there is all the other stones which is losing life, but we should be able to shed that stone that is losing life and take out from within that stone, within that
block, the new creation which will live forever with God our Father in heaven. हमें अपने आप को, जैसे आप स्क्रीन में देख रहे हैं पत्थर, हमें अपने आप को उस पत्थर को जैसे मानना है। वचन भी कहता है हम जीवित पत्थर है, तो उस पत्थर के अंदर कुछ जीवित भाग है और कुछ मृत भाग भी है। तो उन मृत भागों को निकाल कर दूर करते हुए हमें उस जीवित पत्थर के अंदर सबसे पहले हमारे अंदर जो नई सृष्टि है उसे देखने पाना चाहिए। സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. Greetings of love in the name of God our Father and our Lord and Savior Jesus Christ to everyone present in this hall and to everyone listening to this message through other media. May God bless you and may His peace overflow into you. परमेश्वर के नाम की महिमा हो। पिता परमेश्वर और प्रभु यीशु मसीह के नाम से आप सभी को हमारा प्रेमी नमस्कार जो इस हॉल में उपस्थित है और जूम के माध्यम से हमें सुन रहे हैं। स्वर्ग का परमेश्वर हम सभी को आशीष करे और उसकी शांति हमारे पर बने रहे। ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം എന്ന് പറയുന്നത് റിഡ്യൂസിങ് ക്വാണ്ടിറ്റി ഇൻടു ക്വാളിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മിനിസ്ട്രി ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. അനേകമായതിനെ ചുരുക്കമായി മാറ്റുന്ന ഒരു ശുശ്രൂഷ ദൈവരാജ്യത്തിലെ പ്രധാന ശുശ്രൂഷയാണ്. The topic of today's message is reducing quantity into quality is an important ministry of God. आज का जो संदेश है उसका शीर्षक इस प्रकार है कि क्वांटिटी को क्वालिटी में बदलना ज़रूरी है परमेश्वर के राज्य में, यानी कि अधिक मात्रा में जो है उसे गुण में बदलना अवश्य है। സബ് ടൈറ്റില് നാം നേരത്തെ കേട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് സഭകൾ പിളരുന്നതിൽ ആശ്ചര്യപ്പെടരുത്. ഈ ഒരു മിനിസ്ട്രി നടക്കുമ്പോൾ സഭകൾ പിളർന്നു പോകാനായിട്ട് ഇടയാകും. അപ്പോൾ അതുകൊണ്ട് ആരും ആശ്ചര്യപ്പെടരുത്. ഇത് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. ക്വാണ്ടിറ്റിയെ ക്വാളിറ്റിയാക്കി മാറ്റുന്ന ശുശ്രൂഷയിൽ സഭകൾ പിളരുവാനായിട്ട് ഇടയാകും നിശ്ചയം. The subtitle of today's talk is "Do not be surprised at churches splintering, because that is part of God's ministry to reduce quantity, to change quantity into quality." तो आज का संदेश का उपशीर्षक हम इस प्रकार सोच सकते हैं, जिसके बारे में हमने पहले चर्चा किया हुआ है कि कलीसियाओं में फूट होना या कलीसियाएं विभाजित होते हैं, इससे हमें आश्चर्य नहीं होना है, क्योंकि परमेश्वर जब अधिक मात्रा है उसको गुण में बदलता है तो ऐसा होगा. അങ്ങനെ ചെയ്യുന്നത് ദൈവത്തിന് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു പർപ്പസിന് വേണ്ടി ആ വ്യക്തിത്വങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുള്ളൂ. God, that ministry is something that is very important to God, because only if He does that will He able to use individuals for His purpose. ऐसा करना अवश्य है, क्योंकि ऐसे करने से ही परमेश्वर व्यक्तियों को अपने उद्देश्य के लिए इस्तेमाल कर सकता है. നിങ്ങൾക്കറിയാമോ, പലരും സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഈവൻ ബൈബിളിൽ പോലും പറയുന്നുണ്ട്, നിങ്ങളുടെ പള്ളിയിൽ ഇതാ മോടിയുള്ള വസ്ത്രം ധരിച്ചും സ്വർണ്ണമോതിരം ഇട്ടും ഒരുവൻ കടന്നു വന്നാലെന്ന് പറഞ്ഞുകൊണ്ട്. ശ്രദ്ധിച്ചേ, ആ സ്വർണം ആ ഒരു മോതിര രൂപത്തിൽ ആയത് അനേക പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാ, ഒരു ക്വാളിറ്റി പ്രോസസ്സിലൂടെ കടന്നുപോയി. അതിനെ ഹനനം ചെയ്ത ഹനിയിൽ കിട്ടിയതുപോലെ ഒരു മണ്ണിന്റെ കട്ടയായിട്ട് കൊണ്ട് ആരും കയ്യിൽ ധരിക്കാറില്ല. പകരം അതിനെ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ടിട്ട് അതിൽ അനാവശ്യമായ കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് അതിൽ അവസാനം ക്വാളിറ്റിയുള്ള ആ സ്വർണം മാത്രം ഡിറൈവ് ചെയ്തെടുത്ത് അതാണ് പർപ്പസിന് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം അനേകരിൽ നിന്ന് നമ്മളെ ക്വാളിറ്റിയുള്ളവരെ മാത്രം സെലക്ട് ചെയ്ത് അതിനെയായിരിക്കും പർപ്പസിന് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്,
മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. Now, many of us wear gold ornaments. Even in the Bible, it is said that if somebody comes to your church wearing a beautiful ring. So now, if you think about these rings, it is prepared by refining gold. So you take a gold rock and you do not directly wear it as ring. It needs to be refined, and before it can be used as a ring. And in the same manner, God needs people who are refined, and there is a ministry to change quantity into quality. काफ़ी सारे लोग सोने के गहनों को पहनते हैं, और वचन में भी लिखा है, अगर तुम्हारे बीच में कोई बहुमूल्य वस्त्र पहनकर या फिर सोने का अंगूठा पहनकर आता है, उसे मुख्य स्थान नहीं देना. तो जैसे गहने जब पहनते हैं सोने के, तो वो जैसे मूल रूप में धरती में मिला जाता है, वैसे ही कोई लेता नहीं है. उसे अनेक प्रक्रियाओं से भेद कर उसकी शुद्धिकरण होने के बाद में उसे गहने होकर इस्तेमाल करते हैं. ദൈവരാജ്യത്തിൽ ഇതൊരു പ്രധാന ശുശ്രൂഷയാണ്. ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യേശുവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ യേശുവിന് ധാരാളം ശിഷ്യന്മാർ വേണ്ട. യേശുവിന് വേണ്ടത് ക്വാളിറ്റിയുള്ള ശിഷ്യന്മാരെയാണ്. യേശു അവിടെ ഒരു പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ അവസാനം ആ ധാരാളം ശിഷ്യന്മാർ കുറഞ്ഞ് കുറച്ച് ശിഷ്യന്മാരായി മാറി. യേശു എന്താണ് അവിടെ ചെയ്യുന്നറിയാമോ? ക്വാണ്ടിറ്റിയെ ക്വാളിറ്റിയാക്കി റിഡ്യൂസ് ചെയ്തു. എന്നിട്ട് അവരെ ശുശ്രൂഷയ്ക്ക് അയക്കുകയാണ്. അതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എളുപ്പം നിങ്ങൾക്ക് ഓർക്കാം, 666 എന്നൊരു വചനമാണ് യോഹന്നാൻ 6:66 അത് പറഞ്ഞിരിക്കുന്നത്. So Jesus Christ also did something similar. This is in the book of John chapter 6. If you read the book of John chapter 6, at the beginning Jesus had lot of disciples. But then after that Jesus gave a speech, and using that speech the number of disciples reduced, and because he wanted only disciples who had quality and not quantity. And this can be seen in John chapter 6 verse 66. जैसे वचन में लिखा है कि बुलाए हुए अनेक हैं लेकिन चुने हुए कम हैं, तो यीशु मसीह ने भी इस तरीके के कार्य किए थे. हम उसको यूहन्ना 6:66 में पढ़ते हैं. यीशु मसीह ने, उसके पीछे होने वाले अनेक लोग थे, लेकिन उनमें से सिर्फ कुछ ही लोग यीशु मसीह चाहते थे जिनमें जो गुण से भरे हुए हैं. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ മനസ്സിലാക്കിക്കോ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൂരത്തും ചാരത്തും തന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കിക്കോ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ സെൽഫ് സെന്റേർഡായ ആരെയും ദൈവത്തിന് ആവശ്യമില്ല. ദൈവരാജ്യ ശുശ്രൂഷയിൽ ഗോഡ് സെന്റേർഡ് ആയിട്ടുള്ളവരെ മാത്രമേ ദൈവത്തിന് ആവശ്യമുള്ളൂ. God does not want anybody who is self-centered in the ministry of the kingdom of God. God only wants individuals who are God-centered in the ministry of the kingdom of God. हमें ये बात ध्यान में रखना है कि परमेश्वर को अपने राज्य के काम के लिए स्वयं पर केंद्रित लोगों की जरूरत नहीं, बल्कि परमेश्वर पर केंद्रित लोगों की जरूरत है. ഇതാ 6:66 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ഇംഗ്ലീഷിൽ അതിന് മെനി എന്നാണ് എഴുതിയിരിക്കുന്നത്. So in the book of John, in the Gospel of John chapter 6 verse 66, it says, from this time many of his disciples turned back and no longer followed him. यूहन्ना 6:66 में इस प्रकार लिखा है, इस पर उसके चेलों में से बहुत से उल्टे फिर गए और उसके बाद उसके साथ न चले. എന്താ കാര്യം എന്നറിയാമോ? യേശു ക്രിസ്തു അതിനു മുമ്പ് ഒരു പ്രസംഗം പ്രസംഗിച്ചു. എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവന് ഇതാ നിത്യജീവൻ ഇല്ല എന്നൊരു പ്രസംഗം പ്രസംഗിച്ചപ്പോ അതിന്റെ 61-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞു. അവരോട് ഇത് നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് ഹേതുവാകുന്നു എന്ന് ചോദിച്ചു. കാരണം ഈ ശുശ്രൂഷ കഴിഞ്ഞപ്പോ ശിഷ്യന്മാരെന്ത് ചെയ്തു? തന്നെ പിറുപിറുക്കാൻ തുടങ്ങി. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, യേശു ക്രിസ്തു
മൈൻഡ് സെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ കാഴ്ചപ്പാട്, പെർസെപ്ഷൻ ടോട്ടലി നമ്മൾ ഇന്ന് ഡിഫറൻ്റാണ്. കാരണം യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ, ഞാനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. അപ്പൊ തൻ്റെ കാഴ്ചപ്പാടനുസരിച്ചാണ് പറയുന്നത്. നമുക്ക് പലതും മനസ്സിലാകില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്വന്തം രാജ്യം സെൽഫ് സെൻറ്റേർഡായി നാം പിറുപിറുത്താൽ യേശു നമ്മളെ പുറത്തേക്കാക്കും. പകരം എൻ്റെ യേശു പറയുന്നത് 100% റൈറ്റാ, 100% സത്യമാ. എനിക്കത് മനസ്സിലായില്ലെന്നേ ഉള്ളൂ, ഞാൻ കൂടെ നിൽക്കും, ഒരു നാൾ യേശു എനിക്കത് മനസ്സിലാക്കി തരും എന്ന മനോഭാവത്തോടുകൂടി പോകുന്ന വ്യക്തിത്വങ്ങളെയാണ് ക്രിസ്തുവിന് വേണ്ടത്. സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ളവരെയല്ല. സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള വ്യക്തികൾ പിറുപിറുക്കും, ഗോഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള വ്യക്തികൾ കൂടെ നിൽക്കും. The reason why the disciples left him is again written before him. Jesus gave a speech in which he said, very truly I tell you, unless you eat the flesh of the Son of Man and drink his blood, you have no life in you. And this offended many people. Many of the disciples grumbled among themselves and they left him. But the thing that many of them didn't realize, and we should realize, is that as Jesus Christ says, I am from heaven, I am coming down from heaven while you are from the earth. So Jesus is from above and we are from below, and therefore many of the things that Jesus Christ says, it's not necessary that you will understand it immediately. If you are a self-centered person, you will leave at that point of time. But if you are a God-centered person, you will realize that I may not understand this now, but eventually my Lord will reveal it to me and you will stay with Jesus Christ. यीशु ऐसे अनेक चेलों का पीछे जाने का कारण यह है, उससे पहले प्रभु यीशु मसीह ने जो उनसे बातें कहा उसमें ये ऐसे कहा था, मेरा मांस जो नहीं खाता और मेरा लहू नहीं पीता वो उसको मेरे साथ कोई संबंध नहीं। ये सुनकर काफ़ी चेले वे कुड़कुड़ाने लगे क्योंकि उन्हें वो समझ नहीं आया, और वे यीशु मसीह ने फिर उनसे कहा कि तुम क्यों कुड़कुड़ाते हो, अगर क्या तुम भी जाना चाहते हो। तो हमें जो अपने ओर में केंद्रित है, स्वयं पे केंद्रित है, उन्हें प्रभु अपने साथ रखना नहीं चाहता है। प्रभु अपने पास उनको रखना चाहता है जो बोलते हैं अगर समझ नहीं आता है प्रभु की बात है, क्योंकि प्रभु ने उनसे कहा मैं ऊपर से हूँ, मैं स्वर्ग का हूँ, तुम तो पृथ्वी के हो। अगर हमें समझ नहीं आता फिर भी हम यीशु मसीह ये मानते हुए कि मुझे अभी समझ नहीं आया, लेकिन एक दिन सही समय पर मुझे यीशु मसीह समझा कर देगा। ഹല്ലേലൂയ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ, പിറുപിറുത്തവർക്ക് എന്നാ പറ്റി? പിറുപിറുത്തവർക്ക് എന്നാ പറ്റി? അവർ പുറത്തുപോയി, യേശുവിൻ്റെ കൂട്ടത്തിൽ നിന്ന് പുറത്തുപോയി. നമുക്കും ഈ സ്വഭാവം ഉള്ളതല്ലേ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളെ പുറത്ത് കളയണോ ആ സ്വഭാവം നമുക്കങ്ങ് പുറത്ത് കളയണോ? എന്ത് വേണം? ദൈവം നമ്മളെ പുറത്ത് കളയണോ തൻ്റെ ഭവനത്തിൽ നിന്ന്, അതോ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സ്വഭാവത്തെ പുറത്ത് കളയണോ? തീരുമാനം നമ്മുടേതാ. ഹല്ലേലൂയ. നാം പിറുപിറുക്കുന്നവരെങ്കിൽ ഇറ്റ്സ് എ കൺഫർമേഷൻ വി ആർ സെൽഫ് സെൻറ്റേർഡ് പീപ്പിൾ. So what happened? These people grumbled and they were thrown out, as in they went out themselves. Now, do we also have such a behavior? Do we also grumble? Because if you are grumbling, then God will remove you from his house. Now, what do you want to do? Do you want to remove the behavior of grumbling from within you, or do you want God to remove you from his house? And we should make such a decision. हम देखते हैं कि कुड़कुड़ाने वालों के साथ क्या हुआ, प्रभु यीशु ने उन्हें बाहर कर दिया। तो इसके लिए हमें फैसला लेना है, क्या हमें हमारी उस आदत को, कुड़कुड़ाने वाली आदत को बाहर करना है या हमें बाहर किया जाना है। ये फैसला हमें लेना होगा। ഹല്ലേലൂയ. രണ്ട് മൈൻഡ് സെറ്റിലും രണ്ടായിട്ടേ തോന്നുകയുള്ളൂ. പുറത്തു പോയവർ ചിന്തിക്കും ഞങ്ങൾ സ്വയമേ പോയതാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവരെ ഇറക്കി വിട്ടതാ. നമുക്കിത് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ ആദം ഹവ്വ ദമ്പതികളെ ദൈവം ഇറക്കി വിട്ടതാ.
പക്ഷെ പ്രോഡിഗൽ സണ്ണിൽ കാണുന്നത് അവൻ തന്നെത്താനെ പോയതാണ്. അപ്പൊ മനുഷ്യന് തോന്നും ഞാൻ തന്നെത്താനെ പോയതാണെന്ന്, പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം അവരെ പുറത്താക്കുന്നതാണ്. Now, one of the things to realize is that when people like that go outside, depending on your perspective, either if you are a God-centered person, you realize that God has removed him, God has thrown him out. If you are a self-centered person, you will feel that I am leaving myself. And this is essentially a matter of perspective, because they do not realize God's workings. If you read the book of Genesis, you can see that Adam and Eve were removed out of the Garden of Eden. If you read the story of the prodigal son in the book of Luke, you will feel that the prodigal son left by himself, but it's essentially a matter of perspective. और हम देख सकते हैं कि जो बाहर किए जो गए थे, पीछे यीशु के पीछे चलना छोड़ दिए, वे असली में वे निकाले गए थे, क्योंकि और हम इसके बारे में देख सकते हैं उत्पत्ति में हम देखते हैं आदम और हव्वा, उनको अदन के वाटिका से परमेश्वर ने बाहर किया। जबकि उड़ाव पुत्र की बात अगर हम देखें तो वो अपने आप से निकल गया था, लेकिन असलियत यह है कि परमेश्वर ने बाहर किया हुआ है। ഹല്ലേലൂയ. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ദൈവം നമ്മളെ പുറത്താക്കുമ്പോഴും നമ്മളുടെ ഫീലിംഗ് ഇതാണ്, എനിക്ക് ആ പ്രസംഗം ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട്, എനിക്ക് ആ സംഭവം ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് ഞാൻ അതവരെ അങ്ങ് വിട്ടുപോയി എന്നായിരിക്കും നമ്മുടെ ഫീലിംഗ്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചത്. ദൈവത്തിന് പ്രിയ കുഞ്ഞെ എന്നെയും നിങ്ങളെയും താല്പര്യപ്പെടാഞ്ഞതുകൊണ്ട് ദൈവം പുറത്താക്കിയതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും എല്ലാ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആ ചിന്തകൾ, കാരണം ദൈവരാജ്യത്തിൽ സ്വന്തം രാജ്യമില്ല, ദൈവരാജ്യമാണ്. അതുകൊണ്ട് ദൈവരാജ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കീഴടങ്ങി അനുസരണയോടെ നിന്നാൽ ആ ക്രിസ്തുവെ പോലെ ആകുവാൻ നമ്മൾ ഓരോ നിമിഷവും ദൈവം വെച്ച വഴിയിൽ അനാവശ്യമായ നമ്മളിൽ ഉള്ളതിനെ എടുത്തു കളഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ വെളിപ്പെടും. ദൈവത്തിന്റെ ആഗ്രഹം ദൈവപുത്രന്മാരെയാണ്. So in the event in the Gospel of John, we see that they left by themselves after Jesus' speech. But in reality, it was God who removed them. In the same manner, when we hear a speech and we leave and we feel that, oh, we left by ourselves. But in reality, God is removing us. No, it's not that we are not interested in God, but rather God is not interested in you. In this manner, it's important that all of us realize with humility that there is no self-kingdom in the kingdom of God, and be humble before God and search for His will. और जो अपना हमको समझना है कि परमेश्वर का भी हमें लग सकता है, मैं वहाँ पर गया, मैंने वो कलीसिया या प्रचार सुना, मुझे अच्छा नहीं लगा, इसके लिए मैंने छोड़ दिया। लेकिन बात ऐसा नहीं है, परमेश्वर ने हमें वहाँ से बाहर किया हुआ है। तो इसके लिए परमेश्वर को हमेशा परमेश्वर के राज्य में सिर्फ परमेश्वर के राज्य को मन में रखने वाले चाहिए। जो स्वयं पर केंद्रित है, स्वयं की राज्य बनाना चाहते हैं, उन्हें परमेश्वर बाहर कर देगा। ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു അവിടെ ഭയപ്പെടുന്നില്ല, യേശു ക്രിസ്തു പാനിക്കാകുന്നില്ല. ശിഷ്യന്മാർ നല്ലൊരു പങ്കും പോയി, ബാക്കി 12 പേരേ ഉള്ളൂ. ക്വാണ്ടിറ്റിയെ ക്വാളിറ്റിയാക്കി കുറച്ചു. വീണ്ടും അടുത്തൊരു ഫിൽറ്ററും കൂടി യേശു ഇട്ടു ആ 12 പേരോട്, നിങ്ങൾക്കും പോകാൻ മനസ്സില്ലേ? ഒരു ഫിൽറ്ററും കൂടെ പോണെങ്കിൽ പോക്കോ. കാരണം ജയം തരുന്നത് ക്വാണ്ടിറ്റി അല്ല, ജയം തരുന്നത് ക്വാളിറ്റിയാ. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം, പ്രത്യേകിച്ച് ദൈവരാജ്യത്തിൽ. So if you look at this event, after the speech, a good portion of his disciples left Jesus, and there is that 12 apostles who are left, who are there, and Jesus, even now Jesus is asking them, you do not want to leave too, do you? So he's giving another test, saying you too do not want to leave, because from Jesus' perspective, it's not quantity that gives victory. Victory comes from God, and God is looking for quality. हम देखते हैं कि ये घटने के बाद यीशु मसीह भयभीत नहीं हुआ, यीशु मसीह चंचल नहीं हुआ। यीशु मसीह उसके बाद अनेक
चेले जाने के बाद में सिर्फ 12 चेले बचे हैं। यीशु उनसे भी कहता है, क्या तुम भी जाना चाहते हो? तो इसके लिए परमेश्वर को बड़ी मात्रा से नहीं मतलब है, लेकिन जो है उसमें गुण परमेश्वर देखना चाहता है। ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, നേരത്തെ ഒരു മോതിരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, സ്വർണ്ണ മോതിരം. ആ സ്വർണ്ണ മോതിരത്തിന് വാല്യൂ ഉണ്ട്. പക്ഷെ ആ സ്വർണ്ണ മോതിരം ഒരു പക്ഷേ ആ ഒരു സ്വർണ്ണ മോതിരം ആയത് ചിലപ്പോൾ 500 കിലോ അല്ലെങ്കിൽ 1 ടൺ അതിൻ്റെ അയിര് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റോക്ക് ഖനനം ചെയ്തിട്ടായിരിക്കും ഈ ഒരു ചെറിയ സ്വർണം കിട്ടിയത്. അപ്പോ ആ വലിയ ആ 1 ടണ്ണ് ഇതിന്റെ അയിര് കൊണ്ട കൊടുത്താൽ ഈ വിലയില്ല. അതിൽ നിന്ന് റിഡ്യൂസ് ചെയ്ത് ഇതിനൊരു മോതിരമാക്കിയപ്പോൾ അതിന് വിലയുണ്ട്. മറ്റത് വെറും മണ്ണ, പക്ഷെ ഇത് അതിൽ നിന്ന് രൂപപ്പെട്ട സ്വർണമാണ്. അപ്പോ ക്വാണ്ടിറ്റിക്ക് അല്ല വില, അതിൽ നിന്ന് റിഡ്യൂസ് ചെയ്തു വന്ന ആ ഹനനം ചെയ്തു വന്ന ക്വാളിറ്റിക്കാണ് വില. ഇതുപോലെ ക്വാണ്ടിറ്റിക്കല്ല ശക്തി ദൈവരാജ്യത്തിൽ, ക്വാളിറ്റിക്കാണ് ശക്തി. So we spoke earlier about that gold ring. Now the gold ring is precious, there's no doubt about that. But what we may not realize is that it is by sifting through or filtering much more rock or much more silt that you finally arrived at that small quantity of gold. It is not that silt or that rock that is precious, it is the gold that is precious. हमने पहले सोने की अंगूठे की बात कहा। उस अंगूठा, जो सोने का जो अंगूठा होता है, उस उतना मात्रा सोने को पाने के लिए शायद 500 किलो एक जो है बहुत सारा मिट्टी या फिर चट्टान को उसमें से शुद्धिकरण की प्रक्रिया के बाद में वो अंगूठा मिलता है। इतना सारा मिट्टी अगर आप लाकर दो या चट्टान, तो उसको कोई मूल्य नहीं मिलता है। इसी प्रकार इस प्रकार की प्रक्रियाओं के बाद में से सोना मिलता है। परमेश्वर भी बड़ी मात्रा नहीं देखना चाहता है, लेकिन उसमें जो कीमती बात है या गुण है उसे वो देखना चाहता है। പ്രിയ സഹോദരൻ, ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും അതിനെന്തെങ്കിലും വചനത്തിലൂടെ ഒരു സപ്പോർട്ട് തരാൻ പറ്റുമോ എന്ന്. ശ്രദ്ധിച്ചേ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടില്ലേ ഒരു കാര്യം? കഴിഞ്ഞ ആഴ്ചയാണോ അതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണോ നമ്മൾ കേട്ടൊരു കാര്യം? 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അതിന് മുമ്പത്തെ ആഴ്ച 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ആ വെരിഫിക്കേഷനിൽ നമ്മൾ കണ്ടു ഗിദിയോൻ യുദ്ധത്തിന് പോകുന്നു മിദ്യാന്യർക്കെതിരെ. എത്രമാത്രം പടയാളികളുണ്ട്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല, അത് അന്ന് പറഞ്ഞല്ലോ വേറെ, അത് കഴിഞ്ഞു. അങ്ങനെയാണോ? 32,000 32,000 പടയാളികളുണ്ടായിരുന്നു. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ 20,000 പോയി. ഭയമുള്ളവർ പൊക്കോട്ടെ എന്ന്. മീൻസ് സെൽഫ് സെന്റേഡ് ആയവർക്ക് ഭയം വരുന്നത്. ഗോഡ് സെന്റേഡ് ആയവർക്ക് ഭയമല്ല, കാരണം കാര്യം നോക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സെൽഫ് സെന്റേഡ് ആയവർ 20,000 പോയി. വീണ്ടും ഭക്ഷണത്തിന്റെ ടെസ്റ്റ് വന്നു. ഭക്ഷണത്തിന്റെ ടെസ്റ്റ് വന്നപ്പോൾ അതില് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അറൗണ്ട് 9,700 ആളുകളും പോയി. ബാക്കി 300 പേര്. ദൈവത്തിന് ഇത് മതി, ഇവരാണ് ശക്തർ, ഇവരെ കൊണ്ട് ദൈവം യുദ്ധം ചെയ്യിക്കും. അപ്പോൾ ക്വാണ്ടിറ്റിയെ ക്വാളിറ്റിയാക്കി റിഡ്യൂസ് ചെയ്തപ്പോൾ അവർക്കാണ് ശക്തി, അവർക്കാണ് വാല്യൂ. ഇത് ദൈവരാജ്യത്തിലൊരു ശുശ്രൂഷയാണ് എന്ന് മനസ്സിലാക്കി എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ അത് നടക്കണം. അത് ജയിച്ചെങ്കിലേ ജയിക്കുന്നവന് അവകാശമാകും. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനും എന്ന പദവിയിലേക്ക് എത്തുകയുള്ളൂ. Now you may be wondering, where is the proof in the Bible that God seeks quality and not quantity? We spoke about this last week in the sermon titled 2-step verification. We spoke about the story of Gideon. In the story of Gideon, when he was going to war against Midianites, he started with 32,000 soldiers. But then God asked him to subject those 32,000 soldiers to 2-step verification. Initially, after the first verification, it reduced to 10,000 people, 10,000 soldiers. And again, God further subjected it to another filtering process, and out of it, he reduced it to just 300 people. So God was seeking for quality there and not quantity. He reduced 32,000 to just 300 people, and with that 300 people, he was able to gain victory against, he gave victory against the Midianites. So what God is looking for is quality and not quantity.
अगर आप सोच रहे हैं कि क्या इन बातों को वचन में कोई आधार है, हमने पिछले हफ्ते में सुना था, पिछले हफ्ते के प्रचार में 2 स्टेप वेरिफिकेशन, ये टाइटल वाला जो प्रचार है, उसमें हमने सुना गिदोन के बारे में। और उस लड़ाई में जो 32,000 लोग आए थे, उनमें से पहले परीक्षा में, जांच में जो है 22,000 लोग चले गए, 10,000 बचे। फिर दूसरी परीक्षा में जो भोजन या पानी के पास में जब उन्हें लाया, उसमें भी फिर उसके बाद सिर्फ 300 लोग बचे रहे। तो इससे भी हम देखते हैं परमेश्वर मात्रा नहीं चाहता है बल्कि गुण चाहता है। പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ആത്മീയ വിഷയവുമായിട്ട് കണക്കാക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കോളണം, നമുക്ക് ജയം തരുന്നത് മെജോറിറ്റി കൂടെ ഉണ്ടെന്നുള്ള ചിന്തയാണ് ലോകത്തിൽ ജയം തരുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൽ ജയം തരുന്നത് മെജോറിറ്റി കൂടെ ഉള്ളത് കൊണ്ടല്ല, ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ്. Speaking with regards to spiritual matters, always realize that according to the method of, according to the thinking of this world, it is the majority that gives victory. If you have the majority with you, you will be victorious. But in the kingdom of God, it's not majority that gives victory. It's whether you are with God that gives victory. हमें एक बात जो है आत्मिक सच्चाई एक याद रखना है, हमेशा हमारे जीवन में जो है सफलता या विजय वो हमारे साथ मेजॉरिटी या अधिक पक्ष होने से नहीं होता है। परमेश्वर यदि हमारे संग में है, पक्ष में है, तो हमें विजय मिलता है। പ്രിയ സഹോദരങ്ങളെ, അതിനൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തെല്ലാവിടവും വെള്ളപ്പൊക്കം വരുന്നു, എല്ലാവിടവും വെള്ളപ്പൊക്കമായി, എല്ലാവരും വളരെയധികം ചിന്തിച്ചു, വളരെയധികം പ്രവർത്തിച്ചു, പക്ഷെ ആർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരാളോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു, നോഹ. നോഹ മാത്രം അതിൽ രക്ഷപ്പെട്ടു, ബാക്കിയെല്ലാം ഇതാ ആ വെള്ളത്തിൽ മുങ്ങിച്ചാകുകയാണ്. ഏതാനും പേർ നോഹയുടെ കൂടെ നിന്നു, അവരും ആ നോഹ മുഖാന്തരം അവരും രക്ഷപ്പെടാനിടയായി. Again, an example for this in the Bible is during the flood at Noah's time, everybody on earth died. They had the majority, but they all died. But God was just one person, Noah, and because of that, Noah and the people who were with him, they were saved. So God not just saved Noah, but also used him to save other people around him. इसके लिए एक दूसरा उदाहरण है, जब जल प्रलय हुआ, जिसमें सारी पृथ्वी जल प्रलय से डूब गया था, उस समय सब लोग नष्ट हो गए, केवल नूह के अलावा। परमेश्वर ने नूह को बचाया और उसके साथ में जो नूह के पास आए उनको भी बचाया। ഹല്ലേലൂയ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ഉള്ളിൽ, നമ്മളിൽ പോസിറ്റീവ് ഫോഴ്സും ഉണ്ട്. വീണ്ടും ജനിച്ച നമ്മളിൽ പോസിറ്റീവ് ഫോഴ്സും ഉണ്ട്, നെഗറ്റീവ് ഫോഴ്സും ഉണ്ട്. നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് ഫോഴ്സാണ് പുതിയ സൃഷ്ടി, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ഫോഴ്സാണ് നാം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ നമ്മൾ എടുത്തു കളയണം. നമ്മിലെ പുതിയ സൃഷ്ടിയെ, ക്രിസ്തുവുള്ള പുതിയ സൃഷ്ടിയെ, അകത്തുള്ളതിനെ നാം വെളിപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ നമ്മൾ ശക്തരായി തീരും. ദൈവരാജ്യത്തിലെ ഒരു കാൽക്കുലേഷൻ ദൈവജനത്തിന് അറിയില്ല, അത് നാം മനസ്സിലാക്കണം. So in this regard, I would like to tell you that there is a positive force within you and there is a negative force. The positive force is the new creation that is within you, and the negative force is you, the old creation. And after realizing this, you should remove the negative force within you and move more towards the positive force that is the new creation, and only then you will be able to gain victory. प्रिय लोगों, एक बात हमें याद रखना है, जो नए जन्म पाए हैं, हमारे अंदर 2 ताकतें हैं, एक है सकारात्मक, एक है नकारात्मक। सकारात्मक ताकत वो है जो हमारे अंदर नई सृष्टि है, और नकारात्मक हम स्वयं, हम जो खुद है वो है। तो सकारात्मक ताकतें, उसे हमें बढ़ने को देना है, नकारात्मक को बढ़ने नहीं देना चाहिए। ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആദ്യമായി ഇതുമായിട്ടുള്ള ബന്ധത്തിൽ പ്രിയമകൻ സ്തുതിഘോഷ് പറഞ്ഞ ആ രംഗം, ആ ഏകദേശം 1400-1500 ജീവിച്ച ആ വ്യക്തി, അദ്ദേഹം ഒരു ചിത്രകാരനാണ്, അദ്ദേഹം ഒരു ശില്പിയാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞ ആ ചിന്ത എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു കല്ല് കാണുമ്പോൾ
ആ കല്ലിൻ്റെ ഉള്ളിൽ ഒരു മനോഹര രൂപത്തെയാണ് അദ്ദേഹം കാണുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ കല്ല് കാണാം. അനേക കല്ലുകളുണ്ട്. അപ്പോൾ ഒരു ചിത്രകാരനായ അല്ലെങ്കിൽ ഒരു ശില്പിയായ ഒരു വ്യക്തി കാണുന്നത് സാധാരണ വ്യക്തി കാണുന്നത് പോലെ ഇങ്ങനത്തെ കല്ലല്ല. ഈ കല്ലിൻ്റെ ഉള്ളിൽ അദ്ദേഹം മനോഹരമായൊരു രൂപത്തെ കാണും. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുഴുവൻ താൻ കണ്ട രൂപം ഒഴികെ ബാക്കിയുള്ളതെല്ലാം അതിൽ നിന്നെടുത്ത് കളയണം. അപ്പോൾ തനിക്ക് ആ മനോഹര രൂപം കിട്ടും. ഇതേപോലെ ആ വ്യക്തി അത് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇതൊരു കല്ല്. ആ കല്ലിന്റെ ഉള്ളില് ഇതാ മനോഹരമായൊരു രൂപം അദ്ദേഹം കണ്ടു. ആ മനോഹരമായ രൂപത്തെ അദ്ദേഹം ആ രൂപത്തിൽ പെടാത്തതെല്ലാം അദ്ദേഹം കൊത്തിപ്പൊളിക്കളഞ്ഞു. മനോഹരമായ രൂപം കിട്ടി. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ ഇതൊരു ലേഡിയുടെ രൂപമാണ്. നമ്മുടെ ഉള്ളിൽ സ്വകീയ പിതാവ് ഇതാ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഇതൊരു മർമ്മമാണ്. ഇത് നാം കണ്ടിട്ട് ആ ക്രിസ്തു ഒഴികെ, ആ പുതിയ സൃഷ്ടി ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ഫോഴ്സുകൾ മുഴുവൻ എടുത്തു കളയുക. ആ പോസിറ്റീവ് ഫോഴ്സ് മാത്രം വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഫ്രൈസ് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാകും. നിങ്ങൾ ഈ ലോകത്തിനൊരു വണ്ടറായി മാറും. So I'm trying to explain this using the analogy used by our brother Stuti Ghosh. So Michelangelo, who was a great sculptor and who also did a lot of painting, he lived in the 15th or 16th century, and as he said, every block of stone has a statue in it, and it is the task of the sculptor to discover it. So when he sees a block of stone, unlike us, he sees a statue in it, and then his job is to remove whatever is around that statue, the stones that are the other part of the stone that is surrounding the statue, so that the statue is revealed. In the same manner, when we are a born again creature, we have the new creation within us, and as the Bible says that the new, it is Christ, the hope of glory, that is within us, and we should try to remove all creation around us, so that the new creation can be revealed. जैसे पहले स्तुति घोष ने जैसे बताया था, उदाहरण बताया था, माइकल एंजेलो के बारे में बताया, तो वे जो ये व्यक्ति हैं चित्रकार और शिल्पकार थे, जो सन 2500 में वे जिए थे। तो उन्होंने जैसे बताया, वो जब एक पत्थर को उनमें से रूप जब गढ़ना होता है, पत्थर को नहीं देखते, उसके अंदर का जो रूप है उसे वो देखते हैं, और उसके बाद में उनका काम ये है कि जो वो रूप नहीं है उसके अलावा जो कुछ भी है वो पत्थर में उसे निकालना, उसे दूर करना। तो इसी प्रकार में हमारे अंदर जो मसीह, जो तेज का आशा है, उसे हमारे अंदर प्रकट होना है। इसके लिए बाकी जो कुछ है उसे सब दूर करना होगा। ഇതാ കൊളോസ്യ ലേഖനം 1:27 ഇത് വളരെ വ്യക്തതയോടെ പറയുന്നു. ഇതൊരു മർമ്മമാണ്. അതിന് 26 പറയുന്നു, ഇത് മുമ്പ് ആരും അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഈ മർമ്മം ഇപ്പോൾ വെളിപ്പെടുകയാണ്. നിന്റെ ഉള്ളിൽ നിനക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന മഹത്വം, ആ മഹത്വത്തിന്റെ പ്രത്യാശ ആയ ക്രിസ്തു ഇന്ന് നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ആ ക്രിസ്തുവിനെ നീ പുറത്തെടുക്കുന്നുവെങ്കിൽ, ദൈവപുത്രനെ നീ വെളിപ്പെടുത്തുന്നുവെങ്കിൽ, അതാണ് നിന്റെ ഭാവിയിലെ മഹത്വം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് നിന്നിൽ വസിക്കുന്നു. ഇതൊരു മർമ്മമാണ്. അതിന്റെ 26-27 വായിച്ചേ. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇത് മർമ്മമാ, മറഞ്ഞു കിടക്കുകയാണ്. ഇത് അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എല്ലാവരും ന്യായപ്രമാണം കൊണ്ട് ഓടുകയാണ്, ഇത് അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോ എന്ന് പറഞ്ഞ ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. എന്താണ് വെളിപ്പെട്ടത്? വായിക്കുക. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി.
ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ. മഹത്വത്തെ, നിനക്ക് ഭാവി ലഭിക്കാൻ പോകുന്ന മഹത്വത്തിന്റെ ഇന്നുള്ള പ്രത്യാശ ആയ ക്രിസ്തു ഇതാ നിങ്ങളിൽ ഇരിക്കുന്നു. പ്രസന്റ് ടെൻസ്, നിങ്ങളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. So let's look at the book of Colossians, chapter 1, verse 26 and 27. Here it says, the mystery that has been kept hidden for ages and generations, but is now disclosed to the Lord's people. To them God has chosen to make known among the Gentiles the glorious riches of this mystery, which is Christ in you, the hope of glory. So there is a mystery that has been kept hidden for generations, but God has finally revealed it. And that is that when you are a born again creature, you have the hope of glory within you. The hope of the glory that will be given you, and that hope is within you, and that hope is Christ in you. And you need to reveal that hope, because just like Michelangelo's revealed the statue, you need to remove everything else so that the hope is revealed in you. इसी बात को हम कुलुस्सियों 1 उसके 26 और 27 में हम देखते हैं, अर्थात उस भेद को जो समयों और पीढ़ियों से गुप्त रहा, परंतु अब उसके उन पवित्र लोगों पर प्रकट हुआ है, जिन पर परमेश्वर ने प्रकट करना चाहा, कि उन्हें ज्ञात हो कि अन्य जातियों में उस भेद की महिमा का मूल्य क्या है, और वह यह है कि मसीह जो महिमा की आशा है तुम में रहता है. മനസ്സിലാകാത്തവർക്ക് വേണ്ടെങ്കിൽ പറയാം. ഇതാ, നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് ഒരു ഷെയർ തരികയാണ്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറോ. പക്ഷേ നിങ്ങൾക്ക് ആ ഷെയർ തന്നപ്പോൾ അതിനൊരു കണ്ടീഷനുണ്ട്, 10 വർഷം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് അത് എൻകാഷ് ചെയ്യാൻ പറ്റൂ. ആ ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഓരോ ദിവസം നോക്കുമ്പോൾ ഷെയർ എന്ത് ചെയ്യുക? വളരുകയാ. ഇപ്പൊ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ 10 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ അനുഗ്രഹത്തിന്റെ പ്രത്യാശ ആരുടെ കയ്യിലുണ്ട്? നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട് ആ ഷെയർ ആയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആ ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഈ വളർച്ച മുഴുവനും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇതേപോലെ ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തിന്റെ പ്രത്യാശ, സ്വർഗീയ കുടുംബത്തിലെ പൗരത്വം, ദൈവത്തിന്റെ മകൻ, ക്രിസ്തുവിന്റെ സഹോദരൻ, ക്രിസ്തുവിന്റെ കൂട്ടവകാശി, ഇതെല്ലാമായ ആ ഷെയർ ഇന്ന് നിന്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്, നിന്റെ അകത്തുണ്ടെന്ന് ഈ പറയണേ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അത് ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ പോലെ ഇവിടെ കൊണ്ട് തീരൂല. അത് നിത്യം 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 നിനക്ക് ഉപയോഗിക്കാം. അത് ഷെയറിന്റെ ഒരു ഭാഗം ഇതും കൂടിയാ, നീ ഭൂമിയുടെ രാജാവാ. So let me explain it in a simpler manner. Suppose your father bequeathed to you in his will something, and he bequeathed to you the shares in a company, let's say Tata Motors. But then he has added a clause in the will that you will be able to get that share only in 10 years. So now, each time you look at the share price, you will see that the share price is going up, but you will be able to get it only in 10 years. But you know that you have that hope within you, that hope that it is yours, and after 10 years, you will be able to encash the entire thing. In the same manner, God has given you hope for what you are going to get. You are going to get membership in the family of God. You are going to get the sonship. You are going to become the son of God. You are going to be a co-heir with Christ. You have all this hope. Right now you have all this hope with you of what you will get, and that's how this is. और जैसे मानो कि ये भेद को समझने के लिए, मानो कि आपके पिता ने आपको एक स्टॉक मार्केट से एक शेयर दिया, किसी कंपनी का शेयर दिया, मानो टाटा मोटर्स का शेयर दिया है, लेकिन आपसे कहा गया है कि आप उसे सिर्फ 10 साल के बाद में उसे रिडीम कर सकते हैं. तो आपको इंतज़ार करना होगा उन 10 सालों के लिए. लेकिन इसके बीच में जब आप देखते हैं कि उसका कीमत, वो शेयर का कीमत बढ़ते जा रहा है, आपको आनंद होता है, लेकिन 10 साल के बाद में ही आप उसे पा सकते हैं. इसी प्रकार हमें जो भविष्य में मिलने वाली जो सारी आशीषें हैं, हम प्रभु यीशु मसीह के साथ में अधिकारी बनने वाले हैं, साथ ही साथ में हम इस पृथ्वी के राजा होने वाले हैं. ये सब की जो आशा है
वही है जो मसीह हमारे अंदर में जो रहता है। ഇതുപോലെ നാം നമ്മെ ഒരു കല്ലായിട്ട് നാം നമ്മെ തന്നെ കാണുക. ദൈവവചനം അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്, ജീവൻ എന്ന കല്ലുകൾ എന്ന പോലെ. ഹല്ലേലൂയ. ആ കല്ലിന്റെ ഉള്ളിൽ കല്ലിൽ ജീവനുള്ള ഭാഗമുണ്ട്, ജീവനില്ലാത്ത ഭാഗവും ജീവൻ നഷ്ടപ്പെടുന്ന ഭാഗമുണ്ട്. ഇത് നമുക്ക് കാണുക. ഈ കല്ലിന്റെ ഉള്ളിൽ, ഈ കല്ല് നമ്മളെ ആയിട്ട് കാണുമ്പോൾ ഈ കല്ലിലെ നമ്മളിൽ ഉള്ള ജീവൻ നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഈ കല്ലിന്റെ ഉള്ളിൽ ദൈവം ആ ശില്പത്തെ കണ്ടതുപോലെ സ്വർഗത്തിലെ ദൈവം പുതിയ സൃഷ്ടിയെ ക്രിസ്തുവിൽ ഒരുക്കിയിട്ടുണ്ട്. ആ കല്ലെന്ന് പറയുന്നത് നിത്യം ജീവനുള്ള കല്ല. പുറമെയുള്ള കല്ല് ജീവൻ നഷ്ടപ്പെടുന്ന കല്ല. ഇതേപോലെ നമ്മളുടെ ഈ പഴയ മനുഷ്യന്റെ ഉള്ളിൽ പുതിയ മനുഷ്യനെ, പുതിയ സൃഷ്ടിയെ നമ്മൾ കാണുവാൻ ആദ്യം പഠിക്കണം. അത് കണ്ടാൽ നാം നിധി കണ്ടു. ആ നിധി കണ്ടവൻ, ദൈവവചനം പറയുന്നു, തനിക്കുള്ള സകലതൻ ട്രേഡ് ചെയ്ത് ആ നിധി വാങ്ങും. ആ നിധിയാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച സ്വർഗരാജ്യം, അപ്പനോട് കൂടെയുള്ള ജീവിതം. So so we should imagine ourselves to be stones, and again the Bible also says that we are living stones. Just like Michelangelo saw the sculpture within the stone, we should also be able to see the new creation within us. It is only this new creation that will give life. Now there are, along with this new creation, surrounding that there is all the other stones which is losing life, but we should be able to shed that stone that is losing life and take out from within that stone, within that block, the new creation which will live forever with God our Father in heaven. हमें अपने आप को, जैसे आप स्क्रीन में देख रहे हैं, पत्थर, हमें अपने आप को उस पत्थर को जैसे मानना है। वचन भी कहता है हम जीवित पत्थर है। तो उस पत्थर के अंदर कुछ जीवित भाग है और कुछ मृत भाग भी है। तो उन मृत भागों को निकाल कर दूर करते हुए हमें उस जीवित पत्थर के अंदर सबसे पहले हमारे अंदर जो नई सृष्टि है उसे देखने पाना चाहिए। പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ നാം പുറത്തെ മനുഷ്യനെ ഉപേക്ഷിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുകയുള്ളൂ. കാരണം അകത്തെ മനുഷ്യൻ +10 ആണെങ്കിൽ പുറത്തെ മനുഷ്യൻ -10 ആണ്. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ +10 and -10 എത്രയാ? 0. ഓക്കെ, എഫക്റ്റീവ് വാല്യൂ 0. അപ്പോ അകത്തെ മനുഷ്യന്റെ ശക്തി എന്ന് പറയുന്നത് എത്രയാണ്? പട്ടപ്പൂച്ചയാണ്. So in this context, we should try to strengthen our inner man, as the word of God says. Inner man is the new creation. Now the inner man may be powerful. Inner man, if we had to speak in numerical terms, if the inner man is +10, then the outer man that surrounds him is -10. So if we actually add both of them together, then it will be 0. So for the inner man to be stronger, you will need to shed the outer man. हमको परमेश्वर का वचन जैसे कहता है, तुम्हारे आंतरिक मनुष्यत्व को बढ़ने दो। हमारे आंतरिक मनुष्यत्व को बढ़ना चाहिए तो हमारी बाहरी मनुष्यत्व उसे घटना चाहिए। मानो कि अगर हमारा आंतरिक मनुष्यत्व वो +10 है, उसका संख्या, तो बाहरी मनुष्यत्व -10 है। ये दोनों जब मिलते हैं तो 0 हो जाता है। इसके लिए अगर हमारे अंदर के मनुष्य को बढ़ना है, बाहर के मनुष्यत्व को घटना चाहिए। പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്പിരിറ്റിലാണ് പുതിയ സൃഷ്ടി. അകത്തെ മനുഷ്യന്റെ ശക്തിയെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ സ്പിരിറ്റിലാണ് പുതിയ സൃഷ്ടി. നിങ്ങൾ എക്സാമ്പിൾ അതിന്റെ വാല്യൂ, അതിന്റെ വെയിറ്റേജ് 10 എന്ന് കൊടുക്കുക. നമ്മുടെ സോളിലാണ് പഴയ മനുഷ്യൻ കിടക്കുന്നത്, പഴയ മനുഷ്യൻ. ആ പഴയ മനുഷ്യനും ഇതേപോലെ വാല്യൂ ഉണ്ട്, ഇതിനെ എതിർക്കുന്ന വാല്യൂ. ആ വാല്യൂ 9 ആണെങ്കിൽ അകത്തെ മനുഷ്യന്റെ വാല്യൂ
അതായത് സ്പിരിറ്റിൽ 10 വെയിറ്റേജ്, സോളിൽ 9 -9 വെയിറ്റേജ്. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ -9 + 1 എത്രയായി? 1. മനസ്സിലായോ? അകത്തെ മനുഷ്യന്റെ ശക്തി 1. 10 അകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 1 ഉള്ളൂ. ഇതുകൊണ്ടാണ് വീണ്ടും ജനിച്ചവർക്ക് അനേകർക്ക് ശക്തി ഇല്ലാതിരിക്കുന്നത്. ഞങ്ങൾ 35 വർഷമായി വീണ്ടും ജനിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അകത്തെ മനുഷ്യന് ശക്തിയില്ല, കാരണം പുറത്തെ മനുഷ്യൻ ബലപ്പെട്ട് നിൽക്കുക. ഹല്ലേലൂയ. ഇത് രണ്ടും കൂടിയുള്ള എഫക്റ്റീവ് വാല്യൂ ആണ് അകത്തെ മനുഷ്യന്. സ്പിരിറ്റ് ആൻഡ് സോൾ രണ്ടും കൂടിയുള്ള എഫക്റ്റീവ് വാല്യൂ ആണ് അകത്തെ മനുഷ്യന്റെ ശക്തി. To explain this further, the new creation, that is the inner man, lives in the spirit, while the old man lives in the soul. So the inner man may have a strength of, say, +10, but then the old man may have a strength of -9. So if you put both of these together, if the spirit and soul, both of them come together, the net strength is only +1. So some people may say that I have been born again for 35 years, but they are still not strong. This is because the outer man is still, the old man is still going very strong. Unless you shed that, you will not be able to gain more strength. हमारा अंदर का मनुष्यत्व जो कि नई सृष्टि है वो रहता है हमारी आत्मा में, और हमारा पुराना मनुष्यत्व वो रहता है हमारे प्राण में. अब मानो कि हमारे नए मनुष्यत्व को उसका बल है, उसका संख्या है 10, और पुराने मनुष्यत्व का संख्या है -9. तो फिर वो जब मिलते हैं तो कितना होता है? कुल शक्ति 1 होता है. इसलिए ही काफ़ी सारे लोग मानते हैं कि मैं 35 साल से मैंने उद्धार पाया हूँ, लेकिन फिर भी दुर्बल रहते हैं, क्योंकि उनका बाहरी मनुष्यत्व बहुत ज़्यादा प्रबल है. इसी के लिए ഹലോ ശ്രദ്ധിച്ചേട്ടെ. അപ്പോഴാണ് നിങ്ങൾ ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത്ര നാൾ മനസ്സിലായില്ല. ബൈബിൾ പറയുന്നത് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തു, പഴയ മനുഷ്യന്റെ 2 ഷെയർ കളയാൻ തയ്യാറായി. അങ്ങനെ -9 നിന്ന് 2 ഷെയർ നിങ്ങൾ കളഞ്ഞു. ബാക്കി ഇപ്പം എത്രയുണ്ട്? -7 ആയി. ഈ -7 ആയി കഴിഞ്ഞാൽ ഇനി -7 ആത്മാവിലുള്ള പുതിയ മനുഷ്യൻ +10. -7 +10 എഫക്റ്റീവ് വാല്യൂ എത്രയാ? +3. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ തുടങ്ങി. കണ്ടോ? പുറത്തെ മനുഷ്യനെ ഉപേക്ഷിക്കുന്നതിനനുസരിച്ച് അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാനായിട്ട് തുടങ്ങും. So the Bible says to shed the old man. So now your new man in the spirit, the new creation in the spirit has a strength of 10, while the old man has a strength of 9. Now if you shed the old man, if you shed 2 points out of the old man, the strength of the old man is now 7, while the spirit is 10, and your next strength is 10 - 7, which is 3. So now by shedding the old man, you are becoming more and more stronger. वचन में लिखा है तुम अपने बाहरी मनुष्यत्व को मारोगे तब तुम जियोगे. तो इसके लिए तुमने सोचा कि ठीक है, चलो हम हमारे बाहरी मनुष्यत्व को घटाएंगे. तो उसमें से 2 और तुमने निकाला और बचा है 7. तो बाहरी मनुष्यत्व में -7 है और अंदर के मनुष्यत्व में उसमें 10 है. तो कुल कितना हुआ अभी? 3. तो मतलब जो है आपका जो सामर्थ्य है वो बढ़ता गया. വീണ്ടും നിങ്ങൾ പഴയ മനുഷ്യന് 2 ഷെയർ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ഇതാ അത് 7 നിന്ന് 5 വരും. ഇതാ ഉടനെ 10 + 10 -5 ഇവിടെ കൂടുമ്പോൾ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് +5 ആയി. നിങ്ങൾ അകത്തെ മനുഷ്യൻ വീണ്ടും ശക്തിപ്പെടുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് അകത്തെ മനുഷ്യനെ ഡേ ബൈ ഡേ പുറത്തെ മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താം. ബൈബിൾ ഇത് പറഞ്ഞു തന്നിട്ടും നമുക്കിത് മനസ്സിലായിട്ടില്ല, കാരണം പുതിയ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കിയൊന്ന് പ്രവർത്തിച്ചു നോക്ക്. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതാ നിങ്ങൾ ദൈവവുമായി ഇങ്ങനെ ഒന്നായി മാറും. പുതിയ സൃഷ്ടിയിൽ ഓട്ടോമാറ്റിക് നിങ്ങൾ വളരും. പുതിയ സൃഷ്ടി നിങ്ങളിലൂടെ വെളിപ്പെടും. സകല സൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുന്ന ദൈവപുത്രന്മാർ നിങ്ങളുടെ വെളിപ്പെടുന്നത് കാണാൻ പറ്റും. ആ മൈക്കലാഞ്ചലോ ഓരോ നിമിഷവും ഇതാ ആ താൻ കണ്ട രൂപത്തിൻ്റെതല്ലാത്ത എല്ലാ ഭാഗങ്ങളും എടുത്ത് കളയും തോറും ഇതാ ആ മനോഹരമായ മലാഖയുടെ രൂപം പുറത്തേക്ക് വെളിപ്പെടുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് മനോഹരമായ ദൈവപുത്രനായ ക്രിസ്തു പുതിയ സൃഷ്ടി ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. സർവ്വപ്രപഞ്ചം അത് കാണുവാനിടയാണ്. So now your net strength is 7. Now if you further shed 2 points from the old man, if you
leave your old man, as the Bible says, then your next strength becomes again increases by 2, and it again becomes 5. So your strength went from 1 to 3 to 5. So in this manner, the more you shed the old man, as the Bible says, the more you become strong. Just like Michelangelo was able to shed the rock surrounding the sculpture and reveal the sculpture, in this manner you too will be able to reveal the new creation that is within you. And as the scripture says, the entire creation is waiting for the new creation to be revealed, and in this manner you will be able to reveal the new creation within you, and the entire world will be able to see it and rejoice. इस प्रकार आप उत्साहित हो गए और आपके बाहरी मनुष्य में से आपने फिर 2 को घटाया, 2 संख्या को घटाया, तो वो जाकर बना है 5। आपके अंदर के मनुष्य का जो संख्या है वो 10 है, और अभी बाहरी मनुष्य 5 है, तो कुल कितना बना है? 5 बना है। इस प्रकार आप जो है, आपका अंदर का मनुष्य वो शक्तिशाली होते जाता है, जैसे जैसे हम अपनी बाहरी मनुष्य को घटाते जाते हैं। इस प्रकार जब हम करेंगे तो माइकल एंजेलो ने पत्थर के अंदर से, चट्टान के अंदर से उसने उस रूप को प्रकट करते गया जो अनावश्यक बातों को दूर करते हुए, इसी प्रकार से जैसे वचन में लिखा है, सारी सृष्टि नए मनुष्यत्व, परमेश्वर के पुत्रों का प्रकट होने के लिए वे इंतजार में रहते हैं। इस प्रकार अगर हम अपने आप को घटने देंगे तो परमेश्वर का पुत्र हमारे अंदर प्रकट होगा और वो सारी सृष्टि को देखने पाएगा। ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവം അന്വേഷിക്കുന്നത് ദൈവപുത്രന്മാരെയാണ്. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. പഴയതിനെ ദൈവം മുഴുവൻ കളയുകയാണ്. അപ്പൊ ദൈവം ഒഴിവാക്കുന്നതിനെ നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട്, ദൈവം ഒഴിവാക്കുന്നതിനെ നമ്മൾ പിടിച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ദൈവം പറയുന്നു, ഞാൻ സകലതും പുതിയതാക്കുന്നു, ഞാൻ പഴയതിനെ മൈൻഡ് ചെയ്യുന്നില്ല, പഴയതിനെ ഒഴിവാക്കിയിരിക്കുന്നു. ദൈവം ഒഴിവാക്കിയതിനെ നമ്മൾ പിടിച്ചോണ്ടിരിക്കാതെ, പൊട്ടിപ്പോയ കമ്പനിയുടെ ഷെയറും വെച്ചോണ്ടിരിക്കാതെ അതങ്ങ് കളഞ്ഞിട്ട് ഇതാ പണിയുന്ന പുതിയ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്നല്ലോ മക്കളെ നല്ലത്. ഇതാണ് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. ദൈവം സകലത്തെയും പുതിയതാക്കുന്നു. അതുകൊണ്ട് നമുക്കും നമ്മുടെ പപ്പയോട് ചേർന്ന് പപ്പ എന്താണ് ചെയ്യണമെന്ന് മനസ്സിലാക്കി നമുക്കും ആ പുതിയതിലേക്ക് എൻറോൾ ചെയ്യാം. അതിനായി ദൈവം നമ്മളെ എവരെയും സഹായിക്കട്ടെ. ദൈവം അന്വേഷിക്കുന്നത് ക്വാണ്ടിറ്റി അല്ല, ദൈവം അന്വേഷിക്കുന്നത് ക്വാളിറ്റിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അതിനായി ഈ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ നടപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. So as the scripture says what God desires is sons of God, not all creation. And as the book says that word of God says, behold, I am making everything new. So apart from the new creation, apart from the sons of God, everything is going to be thrown away. So there is no, because God is going to make everything new apart from that. So there is no point in holding on to the things that God is going to discard, and we should discard those things and move to our new creation, which is what is going to live. परमेश्वर कहता है कि मैं सारी बातों को नया बना रहा हूँ और पुराने बातों को वो दूर कर रहा है। इसी तरह हम भी हमारे पिता के समान हमारे अंदर की जो नई सृष्टि की बात, जो पुराने मनुष्यत्व की बातें हैं, उसे हम दूर करते हुए नई सृष्टि की ओर हम बढ़ते चलें। ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും നമുക്ക് ഓർമ്മ വരണം, ഇത് വെളിപ്പാട് 21:5 ദൈവം പറയാണ്, ഒന്നാമത്തേത് കഴിഞ്ഞു പോയി, സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് കൽപ്പിച്ചു. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, ഞാൻ സകലതും പുതിയതാക്കുന്നു. നമുക്ക് അതുകൊണ്ട് ഒന്നാമത്തേതിൽ കടന്ന് കളിക്കാതെ പുതിയതാക്കുന്നതിലേക്ക് നമുക്ക് എൻറോൾ ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ആ പ്രൊജക്റ്റോട് ചേർന്ന് നമുക്കും പ്രവർത്തിക്കാം. ക്രിസ്തു പറയുന്നു, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു എന്തിനു വേണ്ടി? സകലതും പുതിയതാക്കാൻ. ഞാനും പ്രവർത്തിക്കുന്നു എന്തിനു വേണ്ടി? സകലതും പുതിയതാക്കാൻ. നമ്മൾ പ്രവർത്തിക്കുന്നു എന്തിനു വേണ്ടി? പഴയത് നിലനിർത്താൻ. ഫൂളിഷ്നസ്. ഹല്ലേലൂയ. നമുക്കും പ്രവർത്തിക്കാം പിതാവോട് കൂടെ സകലതും പുതിയതാക്കാൻ. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. So the book of Revelations chapter 21 from verse 4 and 5, it says, I'm reading part of verse 4, for the old order of things has passed away. He who was seated on the throne said, I am making everything new. Then he said, write this down, for these words are trustworthy and true. So the old order of things will pass away. God will remove all those and make everything new. So let us enroll ourselves in the new creation and not focus on the old creation, which will move to destruction, but focus on the new creation.
प्रकाशित वाक्य 21 के 5 में इस प्रकार लिखा है, जो सिंहासन पर बैठा था उसने कहा, देख मैं सब कुछ नया कर देता हूँ। फिर उसने कहा, लिख ले, क्योंकि ये वचन विश्वास के योग्य और सत्य है। और बाद में उसने मुझसे कहा, ये बातें पूरी हो गई है। तो परमेश्वर पुराने बातों को दूर करके सब बातों को नया कर रहा है, तो फिर हम क्यों पुराने बातों को पकड़े रहें? आइए हम भी परमेश्वर के समान नई बातों की ओर बढ़ते चले। परमेश्वर इन वचनों से हमें आशीष करें। നമുക്ക് ദൈവത്തിന് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ. ദൈവം ക്വാണ്ടിറ്റിയെ ക്വാളിറ്റിയാക്കി മാറ്റുകയാണ്. അതിനോട് ചേർന്ന് നമുക്ക് സഹകരിക്കാം. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനെ തെളിയുവാൻ വേണ്ടിയാണ് ദൈവം പരീക്ഷ അനുവദിക്കുന്നത്. ക്വാണ്ടിറ്റിയെ ക്വാളിറ്റിയാക്കുന്ന ഒരു മിഷൻ എന്നതുപോലെയാണ് പരീക്ഷയെ ദൈവം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ ക്വാളിറ്റി ദൈവത്തിനകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം, ഇതാ അഭിനയമല്ല, യഥാർത്ഥത്തിൽ ദൈവത്തിന് വെളിപ്പെടുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അതിന് ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ വചനം പറയുന്നു, പഴയവനെ ഉപേക്ഷിക്കണം. പഴയനെ ഉപേക്ഷിക്കാതെ ദൈവത്തിനെ വെളിപ്പെടുന്ന ഒരു പദ്ധതിയുമില്ല. പഴയനെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം, പിൻപിലുള്ളതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കാതെ ഈ ആത്മീയാത്രയെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുകയില്ല. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഓരോരുത്തരും ദൈവത്തോട് ഒന്ന് ഇടപെട്ടാട്ടെ. ഞാൻ ആരാണ്? ഞാൻ പിറുപിറുക്കുന്ന, ദൈവം തള്ളിക്കളയുന്ന, സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണോ? അതോ എൻ്റെ ദൈവത്തിന് തിന്മയായി എനിക്കൊന്നും ചെയ്യാൻ എനിക്ക് തരാനില്ല, തിന്മയായി എനിക്ക് തോന്നിയാലും അതെൻ്റെ ജീവിതത്തിൽ നന്മയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ? പലപ്പോഴും നമ്മൾ പല കുഴികളിലും വീണിട്ട് അവിടെ ദൈവത്തെ പഴിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യും, ദൈവത്തെ പരിഹസിച്ചുകൂടാ. നാം പിറുപിറുക്കുന്നു, പല തിന്മയായ കാര്യങ്ങളും പറയുന്നു, നാം കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യുന്നു, എന്നിട്ട് ദൈവത്തെ കുറ്റം പറയുന്നു. ഇല്ല മക്കളെ, ദൈവത്തിന് നമുക്ക് തരാൻ ദോഷങ്ങളൊന്നുമില്ല. എന്തെങ്കിലും നമുക്ക് ദോഷമായിട്ട് തോന്നിയാലും അത് ദോഷമല്ല, അത് നിത്യമായി നിലനിൽക്കുന്ന നന്മയാണ്. ഇതാ ക്രിസ്തു പറഞ്ഞ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ. ഇന്ന് പലരും പറയുന്നത് പോലെ ദുഷ്ടനല്ല, സൽഗുണപൂർണൻ. നമ്മുടെ അപ്പ അങ്ങനെയാ, സൽഗുണപൂർണൻ. അതുപോലെ നമുക്കും സൽഗുണപൂർണരാകാൻ ആ ക്രിസ്തുവിനെ അനുഗമിക്കാം. ആ പപ്പയുടെ അടുക്കൽ എത്തിച്ചേരാം. അപ്പയുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാട്ടെ. അപ്പാ, ഞാൻ പലപ്പോഴും അങ്ങേക്കെതിരെ പിറുപിറുത്തു, എന്നോട് ക്ഷമിക്കണമേ. പലപ്പോഴും അപ്പാ, അങ്ങ് ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ കുറ്റം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ അപ്പാ. പലപ്പോഴും ഞാൻ പാപം ചെയ്തു, അങ്ങേ വേദനിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണേ അപ്പ. ജീവിതം വിശുദ്ധിയിൽ കാക്കുവാൻ എനിക്ക് സ്വയമേ ശക്തിയില്ല, അങ്ങയുടെ ആത്മശക്തി എനിക്ക് തരണമേ അപ്പ. ഓരോ വ്യക്തികളും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ക്വാണ്ടിറ്റിയെ ക്വാളിറ്റിയാക്കി മാറ്റുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തന രീതിയാണെന്ന് പറഞ്ഞു തന്നതിനായി നന്ദി. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയുടെ പുത്രനിൽ പുതിയ സൃഷ്ടിയെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയാതെ ഞങ്ങൾ പഴയ സൃഷ്ടിയെ, മരണമുള്ളവനെ മെരുക്കിയെടുക്കുവാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ അത് മണ്ടത്തരമാണെന്നും, ഇതാ ഞാൻ സകലതും പുതിയതാക്കി ഇറക്കുന്ന ഒരു ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് ഇനി ഞാൻ ആരെയും ജഡപ്രകാരം അറിയുകയില്ല എന്നും വിശുദ്ധ പൗലോസിന് വെളിപ്പെട്ടതുപോലെ ഞങ്ങൾക്കും വെളിപ്പെടണമേ. ഇതാ ഞാൻ സകലത്തെയും പുതിയതാക്കുന്നു, ഇനി അത് ഓർക്കുക പോലുമില്ല. പഴയത് കഴിഞ്ഞു പോയി, ഇതാ ഞാൻ സകലത്തെയും പുതിയതാക്കുന്നു. അതിലേക്ക് ഞങ്ങളും എത്തിച്ചേരുവാൻ, ഞങ്ങളുടെ മനസ്സിലെ കാഴ്ചപ്പാട് അതായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പ, ഞങ്ങൾ കുറവുകളുള്ളവരാ. തെറ്റായി ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ചു ഞങ്ങൾ മറ്റൊരിടത്തേക്ക് പോയി. ഒരു സ്തുതി ആരാധനയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിച്ച് അവിടെ അവസാനിച്ചു. എന്നാൽ അങ്ങ് ആഗ്രഹിക്കുന്നത്
ദൈവപുത്രന്മാരെയാണെന്നും അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവർ രക്ഷാനായകനായ ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്ന യുക്തമെന്ന് പറഞ്ഞ് അങ്ങ് ആഗ്രഹിക്കുന്നത് ദൈവപുത്രന്മാരെയാണെന്ന് ഞങ്ങളുടെ തിരിച്ചറിവ് തന്നതിനായി നന്ദി. ഞങ്ങളിൽ പലരും അങ്ങേ കർത്താവായി സ്വീകരിച്ചു, അഭിഷേകം പ്രാപിച്ചു, രോഗികളെ സോക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അവരോടെല്ലാം ക്രിസ്തുവെ അങ്ങ് പറഞ്ഞ് ഞങ്ങൾ ഓർക്കുന്നു. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. എൻ്റെ പിതാവ് അന്വേഷിക്കുന്നത് ദൈവപുത്രന്മാരെയാണ് എന്നുള്ള ബോധ്യവും ബോധവും ഞങ്ങൾക്കില്ലാതെയായി പോയി. പ്രിയ നല്ല പിതാവേ, വ്യക്തതയോടെ അങ്ങയുടെ ചിന്തകളോടൊപ്പം യാത്ര ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരപ്പന്റെ ചിന്തയോടൊപ്പം യാത്ര ചെയ്യുന്ന മകനെ പോലെ അനാവശ്യമായി പ്രോഫിറ്റ് ഇല്ലാത്തതൊക്കെ വിട്ടുകളഞ്ഞ് പ്രോഫിറ്റ് ഉള്ളതിൽ ആത്മാവിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു പറഞ്ഞു ഞങ്ങളോട്, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ് ബട്ട് ദ സ്പിരിറ്റ് ഗിവ്സ് ലൈഫ്. ബട്ട് ഞങ്ങൾക്കത് മനസ്സിലായില്ല എൻ്റെ അപ്പ, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങ് ഞങ്ങൾ എങ്ങനെയത് മനസ്സിലാക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു, ആ രീതിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കൂട്ട സഹോദരങ്ങൾ അനേകർ ലോകത്തുണ്ട്, അവർക്കിത് മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലാകുവാൻ അവരെയും അങ്ങ് സഹായിക്കണേ. ഈ ശബ്ദ കാഴ്ച വെറുതെ ഇപ്പോഴും തുടർന്നും കേൾക്കുന്ന എല്ലാ ജനത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരെല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. അവർ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ശ്രവിക്കുന്നുവെങ്കിലും പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ ആത്മാവ് ഇപ്പോൾ അവരെ സ്പർശിക്കുവാനിടയാകട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ സമാധാനം പ്രിയ മക്കളെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചാട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു. ഹൃദയങ്ങളിൽ സ്വീകരിച്ചാട്ടെ. നിങ്ങൾ എത്ര ദൂരെയെങ്കിലോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സ്പർശിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനം തരുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രകാശം തരുകയാണ്. അദൃശ്യമായ കാര്യങ്ങളെ കാണുക, എൻ്റെ ഉൾക്കാഴ്ചകളെ തുറക്കുക, എന്നെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഒരു സൈഫനിങ് പവർ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളത് പലതും പുറത്തെടുക്കുവാൻ തക്കവണ്ണം, ദൈവം നിക്ഷേപിച്ചത് പലതും പുറത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവിന്റെ കരം നിങ്ങളെ സ്പർശിക്കുകയാണ്. ദൈവാത്മാവിന്റെ കരം നിങ്ങളെ സ്പർശിക്കുകയാണ്. അകത്തൊളിഞ്ഞിരിക്കുന്നത് പുറത്തെടുക്കുന്നത് പോലെ, അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഒളിഞ്ഞിരിക്കുന്നത് പുറത്തെടുക്കുന്നത് പോലെ, ഒരു വിത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന മരം പുറത്തെടുക്കുന്നത് പോലെ, ഒരു പയറിന്റെ ഉള്ളിൽ പയറിന്റെ ചെടി ഒളിച്ചിരിക്കുന്നത് പോലെ നിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ ക്രിസ്തു അനുരൂപനെ ആ പുറത്തെടുക്കുവാൻ തക്കവണ്ണം ഇതാ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സ്പർശിക്കുകയാണ്. അപ്പാ നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ആത്മാവേ മക്കളുടെ മേൽ അപ്പാ മഞ്ഞും മഴയും അയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു വിത്ത് നനവുള്ളതായി തീരുമ്പോ അത് അതിന്റെ ഉള്ളിൽ നിന്ന് ഓ ഹല്ലേലൂയ അത് ഒളിച്ചു വെച്ചിരിക്കുന്ന ആ സൃഷ്ടി, ആ മരം പുറത്തിറങ്ങി വരുന്നത് പോലെ ഈ മക്കളുടെ ഉൾത്തളങ്ങളിൽ നിന്ന് ദൈവാത്മാവിന്റെ ഈ തേജസ്, ദൈവാത്മാവിന്റെ ഈ ശക്തിയാ, ദൈവാത്മാവിന്റെ ഈ ജീവനാ അകത്തുള്ളത് പുറത്തേക്ക് തുടിപ്പിക്കുവാൻ കഴിവുള്ള അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഈ മക്കളുടെ മേലെ സ്വീകരിച്ചാട്ട മകനെ, സ്വീകരിച്ചാട്ട മകളെ, ഈ മക്കളുടെ മേലെ ഹോളിൽ മാത്രമല്ല ഈ ശബ്ദ കാഴ്ച പറഞ്ഞിലുള്ള എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ജീവൻ തുടയ്ക്കുന്ന ശക്തി, ദൈവാത്മാവിന്റെ ജീവൻ തുടയ്ക്കുന്ന ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. അനേകരുടെ ഉള്ളിൽ നിന്ന് വിത്ത് പൊട്ട് മുളയ്ക്കുന്നത് പോലെ അകത്തിറക്കുന്ന മൈക്കലാഞ്ചലോ കണ്ട മാലാഹി അല്ല, പകരം ദൈവം വെച്ച ക്രിസ്ത്യാനി രൂപൻ ഓരോ വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ ഏവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ കൂട്ടായിരിക്കണം. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ അടിപ്പണരല്ല സാഖ്യം ഈ ഹോളിൽ മാത്രമല്ല മൈലുകൾക്കപ്പുറം ദൈവത്തിന്റെ ആത്മാവിന്റെ കരം നിന്നെ സ്പർശിക്കുക. ആ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ദൈവിക സമാധാനത്താൽ നിന്റെ കുടുംബങ്ങൾ, നിന്റെ ഹൃദയം, നിന്റെ നിലവുകൾ നിറയട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹം നിന്റെ ഹിഡൻ പൊട്ടൻഷ്യൽ റിലീസ് ചെയ്യാനിടയാകട്ടെ. ആ വിത്തിന്റെ അകത്തുനിന്ന് ആ ചെടി മുളച്ചു പുറത്തിറങ്ങുന്നത് പോലെ നിന്റെ അകത്തുനിന്ന് പുതിയ സൃഷ്ടി വെളിപ്പെടട്ടെ. ദൈവം അതിനെ നിന്നെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സർവമഹത്വം പിതാവേ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളോട് സംസാരിച്ചോ? ഗ്ലോറി ടു ഗോഡ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അതുകൊണ്ട് പുതിയ സൃഷ്ടിയാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പുസ്തകം പറയുന്നത്, ഇനി പരിച്ഛേദനമല്ല, ഫിലിറ്റ് അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അതുകൊണ്ട് നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ദൈവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ.